എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലെ തൈപ്പൂയത്തിൻ്റെ അന്നുള്ള കാവടിയുടെ വിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇതിന് മുന്നേ 2 വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ മോൻ ആദ്യമായിട്ട് കാവടി എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ കാവടി എടുക്കുന്നവരുടെ കൂടെ ഇങ്ങനെ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ്റെ കൂടത്ത് കാവടിയുടെ കൂടത്ത് പോകണം, അവനെ അനുഗ്രഹിക്കണം, അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അനുഗ്രഹമൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അവൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ പോലും പറയാതെ അവൻ്റെ ഇഷ്ടത്തിന് അമ്മ എനിക്ക് കാവടി എടുക്കണം എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ എൻ്റെ മോൻ മാത്രമല്ല, എൻ്റെ ചേച്ചിയുടെ മോനും 2 മക്കളും കൂടെ ചേർന്നാണ് കാവടി എടുക്കുന്നത്. അവരാകുമ്പോൾ കമ്പനി ഉണ്ടല്ലോ, അങ്ങനെ എടുക്കുന്നത്. അവർക്കൊരു ആവേശത്തിൽ എടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് സന്തോഷമാണ് അവ എടുക്കാൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞല്ലോ. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കാവടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. പൂക്കാവടി, വേൽക്കാവടി, നമ്മുടെ അഗ്നിക്കാവടി, അങ്ങനത്തെ കുറച്ച് കാവടികളാണ് ഉണ്ടായിരുന്നത്. എന്നത്തെ കാലം തൈപ്പൂയത്തിന് കുറച്ച് കാവടികൾ ഈ പ്രാവശ്യം കൂടുതലായിരുന്നു കേട്ടോ. അതിനേക്കാളും ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞു മക്കൾ, ഒരുപാട് മക്കൾ നമുക്ക് കാവടി എടുക്കാൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാവടി നേരെ ഞങ്ങളുടെ ഏരിയയിലോട്ട് എത്തിയപ്പോൾ ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ ഓണായി. പിന്നെ നേരെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ നല്ല വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പൂജ കഴിഞ്ഞ് നേരെ അഗ്നിക്കാവടിയായിരുന്നു കേട്ടോ. അഗ്നിക്കാവടിക്ക് ഞാൻ ഒന്നും പോയില്ല, ഞാൻ അപ്പോഴത്തേക്കും സൈഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ. ആ റെസ്റ്റ് ചെയ്ത സമയത്തൊക്കെ അഗ്നിക്കാവടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു 4-5 അഗ്നിക്കാവടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനൊരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.